പെണ്ണ് കാണലും ഉറപ്പിക്കലും എല്ലാം ഓൺലൈൻ വഴി നടത്തിയിട്ട് ഇന്നലെയാണ് നമ്മുടെ ചെക്കൻ വന്ന് പെണ്ണിനെ കാണുന്നത്. എന്നിട്ട് ഇന്ന് ഞങ്ങൾ പെണ്ണിനെയും കൊണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. യെസ് ഭാരത് കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇത് വേണമെങ്കിൽ ചെക്കൻ്റെ പെണ്ണിൻ്റെ സെക്കൻഡ് മീറ്റിംഗ് എന്ന് പറയാം. ആദ്യം തന്നെ പെണ്ണിന് സാരി എടുക്കാനാണ് കയറിയത്. കളർ ഞങ്ങൾ വലുതായിട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് റെഡ് കളർ എന്തോ അവിടെ മനസ്സിൽ കയറിയതുകൊണ്ട് പിന്നെ റെഡ് കളർ നോക്കിയാണ് പോയത്. അങ്ങനെ ഒരു 6-7 റെഡ് കളർ സാരി ഞങ്ങൾ മാറി മാറി ട്രൈ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 10 ദിവസം പോലും കല്യാണത്തിന് തികച്ചില്ലാത്തതുകൊണ്ട് റിസപ്ഷനുള്ള റെഡിമെയ്ഡ് ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലെഹങ്കാസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടത്തി അമ്മയ്ക്ക് പെണ്ണിന് നമ്മൾ അവിടുന്ന് 2 ലെഹങ്ക എടുത്തിട്ടുണ്ട്. പിന്നെ ബന്ധുക്കൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെക്കനെ ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടെ ചെന്നാൽ ടപ്പേന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്യുന്ന ആളാണ്. ഏകദേശം ഒരു 10-12 ജുബയെങ്കിലും ട്രൈ ചെയ്തതാണ്. ആദ്യമൊക്കെ ഭയങ്കര ലേറ്റ് ആയിരുന്നു ജുബ ഊരാനും ഇടാനും. പിന്നെ 2 സെക്കൻഡ് കൊണ്ട് പറപ്പിക്കുമായിരുന്നു ആള്. എന്തായാലും എല്ലാം കഴിഞ്ഞ് വലിയൊരു ബില്ല് കൈ കിട്ടിയുടെ ആടക്കിളി മാറി. പിന്നെ അതും കൊടുത്തിട്ട് ഞങ്ങൾ രാവിലെ കയറിയതാണ്. ദേ ഈ ഒരു ഇരുട്ടായപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഒരു 10-15 പാക്കറ്റും ബാഗുമായിട്ടൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഷോപ്പിംഗ് ഇനിയും ബാക്കിയുണ്ട്. അത് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.